സുന്ദരമായ ഒരു ഓണക്കാലം കൂടി വന്നു പോയിരിക്കുന്നു. നമുക്കെല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ആനന്ദത്തിൻ്റെയും നിറവാണ് ഓണം എന്ന് പറയുന്നത്. അത്തം മുതൽ 10 ദിവസം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഈ ഓണം നിറഞ്ഞു നിൽക്കുകയാണ്. അതായത് ഇപ്പോൾ നമ്മൾ പണ്ടുള്ള കാലത്ത് നമ്മൾ അത്തം മുതലാണ് ഓണത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നത്. ഇന്നത്തെ കാലത്തെ അവസ്ഥ അതല്ല. ഒരു മാസം മുന്നം തെറ്റേ നമ്മളെ ചാനലുകളും മാധ്യമങ്ങളിലൂടെ നമ്മൾ ഓണത്തിൻ്റെ വിശേഷങ്ങളും ഓണപ്പുടവുകളെക്കുറിച്ചും ഓണപ്പൂക്കളെക്കുറിച്ചുമുള്ള പരസ്യങ്ങളും കൊണ്ട് നമ്മുടെ മനസ്സും അതോടൊപ്പം തന്നെ തുള്ളിച്ചാടുകയാണ്. ഒരു ദിവസത്തെ ഓണം മാത്രമല്ല, പക്ഷേ നമ്മൾ അപ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, മഹാബലി നാടുവാണിരുന്ന ആ കാലം ഇനി നമുക്ക് എന്തെങ്കിലും സ്വപ്നം കാണാൻ പറ്റുമോ? എന്തെങ്കിലും നമ്മുടെ നാട് അങ്ങനെയായി മാറുമോ? ഇങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിൽ ഒരു നോവും നൊമ്പരമായിട്ട് കിടക്കും. കള്ളപ്പറയില്ല, ചെറുനാഴിയില്ല, കള്ളത്തരം കാണിക്കുന്നവരാരുമില്ല. എല്ലാവർക്കും സർവ്വസുന്ദരമായ ഒരു കാലം. നമ്മളത് ഓണക്കാലം മാത്രമല്ലത്, അന്ന് ആ രാജ്യം ഭരിച്ചിരുന്ന, ആ നാട് ഭരിച്ചിരുന്ന അവിടെ അങ്ങനെയായിരുന്നു. അവിടെ ഓരോ വ്യക്തികൾക്കും എന്നും ഓണമായിരുന്നു, എന്ന് സമ്പൽ സമൃദ്ധിയായിരുന്നു. ആ ഒരവസ്ഥയായിരുന്നു. ആരുടെയും മനസ്സിൽ കളങ്കമില്ല, വേണ്ടാത്ത ചിന്തകളില്ല, അനാവശ്യ വൈരാഗ്യങ്ങളില്ല, വഴക്കുകളില്ല. എല്ലാവരുടെയും മനസ്സിൽ സന്തോഷം മാത്രം നിറഞ്ഞു നിന്നിരുന്ന ആ കാലം. നമ്മൾ ചിന്തിക്കാറുണ്ട്, അങ്ങനെ ഒരു കാലം നമ്മുടെ ലൈഫിൽ ഇനി ഉണ്ടാകുമെന്ന്. പക്ഷേ ഉണ്ടാകും. എങ്ങനെയെന്നോ, ഓരോ വ്യക്തികളും സ്വയം നന്നാകാൻ ശ്രമിക്കുക. ഒരു വ്യക്തിയിൽ നിന്നാണ് എപ്പോഴും വളർച്ചയുടെ ഓരോ കൽപ്പടവുകളും മുകളിലേക്ക് കയറിപ്പോകേണ്ടത്. നമ്മൾ നന്നായി, നമ്മളെപ്പോഴും കുറ്റം പറയും, അവർ ശരിയല്ല, മറ്റവർ ശരിയല്ല, അല്ലെ ഭരണാധികാരി ശരിയല്ല, അല്ലെ മറ്റവർ ശരിയല്ല, മറിച്ചവർ ശരിയല്ല. ഇതാണ് നമുക്കെപ്പോഴും കുറ്റം കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ അത്. അതേസമയം നമ്മൾ ശരിയല്ല എന്ന് നമ്മൾ ആരും ചിന്തിക്കുകയില്ല. അപ്പം നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് നമ്മൾ നന്നാകുക എന്നുള്ളതാണ്. നമ്മളെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അത് സമൂഹത്തിന് വേണ്ടി ഏറ്റവും നല്ല രീതിയിൽ നമ്മളത് പ്രാവർത്തികമാക്കി കാണിക്കുക. എന്നിട്ട് നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുക. അപ്പോൾ നമ്മളെപ്പോഴും സ്വയം നന്നാകാൻ തീരുമാനിക്കുക. ഇങ്ങനെ ഈ ഓണക്കാലത്ത് അങ്ങനെ ഓരോ വ്യക്തികളും ഓരോ പ്രതിജ്ഞയെടുത്താൽ നമ്മുടെ നാട് മഹാബലി ഭരിച്ചിരുന്ന പോലെ തന്നെ സുന്ദരമായി മാറും. ഒരിക്കൽ കൂടി എല്ലാവർക്കും കഴിഞ്ഞുപോയ ഓണത്തിൻ്റെ എല്ലാവിധ സമ്പൽ സമൃദ്ധി ഇനിയും വരുന്ന ഓണത്തിലും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ സ്വന്തം മായ സുരേഷ്. താങ്ക് യു.